ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ എന്തിനാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം. നമ്മൾ നാളെ ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യ ഫേസ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. പ്രിലിംസ് 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. നാളെ അതായത് മെയ് 2-ാം തീയതി, അത് കഴിഞ്ഞാൽ മെയ് 16-ാം തീയതി, അത് കഴിഞ്ഞാൽ ജൂൺ 6-ാം തീയതി. ഇങ്ങനെയാണ് ഈ പരീക്ഷ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കേരള PSC. അപ്പോൾ ഈ ഒരു ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം PSC നടത്തുന്ന ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ ഡിഗ്രി സംബന്ധമായിട്ടുള്ള ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷ എനിക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്, എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന, കേരള PSC നടത്തുന്ന ഒരു പരീക്ഷയാണ് എന്ന് നമ്മൾ ആദ്യം കരുതണം. അല്ലാതെ ഇത് വെറുതെ നമ്മൾ സാധാരണ PSC പരീക്ഷ എഴുതി അങ്ങ് കളയും, എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു, പരീക്ഷ എഴുതുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു വരുന്നു, അങ്ങനെയല്ല. പകരം ഞാൻ ഈ പരീക്ഷയിൽ വിജയിച്ചിരിക്കും, എനിക്ക് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന ഒരു റാങ്ക് ഉണ്ടാവും, അത് വഴി എനിക്കൊരു ജോലി പ്രവേശിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യവും ഉത്തമമായ വിശ്വാസവും നിങ്ങളിലുണ്ടാവണം. 100% അങ്ങനെ തന്നെ ആയിരിക്കണം നാളെ നമ്മൾ പരീക്ഷയ്ക്ക് പോവേണ്ടതും. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞൊന്ന് ആത്മവിശ്വാസത്തോടു കൂടി വേണം തിരിച്ചു വരുവാനും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അത്രയൊന്നും പ്രിപ്പയർഡ് അല്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. ആദ്യം ഈ ചിന്തകളെയാണ് ഇവിടെ ഒരു ഞാൻ 2019 മുതൽ ഞാനൊരു യൂട്യൂബിൽ പല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മോട്ടിവേഷനൊന്നും നമ്മുടെ ചാനലിലൂടെ വന്നിട്ടില്ല, എങ്കിലും വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഈ ഒരു PSC ജേണിയിൽ ഒരിക്കലും നമുക്ക് സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിലിരുന്ന് ഒരുപാട് മാർക്കൊന്നും ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ നമ്മൾ സാധാരണ പരീക്ഷകൾ എഴുതുമ്പോൾ, PSC അല്ലാത്ത പരീക്ഷകൾ എഴുതുമ്പോൾ ഈ 100-ൽ 100 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനകത്തൊരു വെമ്പലുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. 100-ൽ 100 കിട്ടണം, 100-ൽ 90 കിട്ടണം, 100-ൽ 95 കിട്ടണം, ഇങ്ങനെയൊക്കെ. ഇവിടെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ ഒരു 40-50 മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് പ്രിലിംസ് കടന്നു പോകാൻ പറ്റും. അങ്ങനെയാണ് പൊതുവേ ഒരു 50 മാർക്ക് മിനിമം നിങ്ങൾ വാങ്ങണം. 50 മാർക്കാണ് നമ്മുടെ പകുതി മാർക്ക്. അത് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഒരുവിധം സിലബസൊക്കെ കവർ ചെയ്ത് വരുന്നൊരു കുട്ടിക്ക് അത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട. 80 മാർക്ക് സ്കോർ ചെയ്തിരിക്കും ഞാൻ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഷുവർ, ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ആദ്യം ഞാൻ പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാം ശരിയാണ് എന്ന് തോന്നുന്ന കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ ഒരു 25-30 ക്വസ്റ്റ്യൻ എന്തായാലും അങ്ങനെ കാണും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം മാർക്ക് ചെയ്ത് വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഗൗരവമായി ചിന്തിച്ചാൽ ശരിയാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു 20-25 എണ്ണം ഉണ്ടാവും. അത്രയും മതി. നിങ്ങൾക്ക് ഒട്ടും കൺഫേം അല്ല, നിങ്ങൾക്ക് ഒട്ടും ഷുവർ അല്ല, ആ ചോദ്യങ്ങളെ കളയുക. ഒരിക്കലും അത്തരം ചോദ്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഴിയാണ്. അതിനകത്തേക്ക് പോയി തലവെച്ച് കൊടുക്കരുത്. അങ്ങനെ സ്വയം എന്താ പറയുക കുഴി തോണ്ടിയിട്ട് വരരുത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഷുവറായിട്ടുണ്ട്, അതിപ്പോൾ ഒരു 35 അറിയാവൂ, മതിയെന്നേ, നമ്മൾ അത്രയും മതി. പക്ഷെ 36-ാമത്തെ ദിവസം നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ 37 മുതൽ അങ്ങോട്ടുള്ള ഒന്നും എനിക്ക് ഷുവർ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യരുത്, നിങ്ങളത് അറ്റൻഡ് ചെയ്യരുത്. മനസ്സിലായോ? അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മൾ മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതൊക്കെ ആ പാർട്ടൊക്കെ ഒരുപാട് സമയം കൊല്ലി ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ആ സമയം കൊല്ലി ചോദ്യങ്ങളൊക്കെ ലീവ് ചെയ്യുക. നിങ്ങൾക്ക് സമയം പിന്നീട് എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം സമയം കിട്ടുമെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാവൂ. എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം, എന്തായാലും അതൊരു ആവറേജിന് എബോവ് ലെവൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഒരിക്കലും ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെ ഒരു പ്രിലിംസ് പരീക്ഷ ഇനി നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി കൃത്യമായി എഴുതാൻ ശ്രമിക്കുക. ഹോൾ ടിക്കറ്റ്, അതുപോലെയുള്ള നമ്മൾ ഹോൾ ടിക്കറ്റ്, അതുപോലെ നമ്മൾ അതിനകത്ത് എഴുതുമ്പോൾ, അതായത് പേര്, നമ്മുടെ എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, രജിസ്റ്റർ നമ്പർ, മറ്റു കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ബോധത്തോടു കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിക്കുകയും OMR ഷീറ്റിൽ പോയി രണ്ടാമത്തേൽ ബബിൾ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും കൃത്യമായിട്ട് നോക്കിപ്പോണം. നല്ല എന്താ പറയുക,
നന്നായി ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നീട് എന്താ പറയേണ്ടത്, നല്ല ഒരു കോൺഫിഡൻസ്, ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് നല്ല സന്തോഷത്തോടു കൂടി മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാതെ, മോശപ്പെട്ടതൊന്നും സംസാരിക്കാതെ ഒക്കെയുള്ള ഒരു നാളത്തെ ഇന്ന് രാത്രി മുതൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പരീക്ഷ കഴിയുന്നതുവരെയും ആ പരീക്ഷയെക്കുറിച്ച് മാത്രം അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിനകത്തേക്ക് കൊണ്ടുവരണം. നമുക്ക് എപ്പോഴും യൂട്യൂബുകളിലൊക്കെ റാങ്ക് ഹോൾഡേഴ്സും റാങ്കുകാരുടെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. അവരെല്ലാവരും ഇതേപോലെ അധ്യാപകർ പറയുന്നത് കേട്ട് വന്നവരാണ്. വെറുതെ കുറേ വാരി വലിച്ച് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരിക്കലും റാങ്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിലുപരി നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാലികേറാമല നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് ഈ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ തരാൻ ഞങ്ങൾക്ക് കഴിയും. ഹാജാസ് PSCയിലൂടെ നിങ്ങൾ പണ്ട് എന്താണോ എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തത്, ആ സാധനം ഒട്ടും തന്നെ അതിൻ്റെ മൂല്യച്ചുഴി, അതായത് മൂല്യം കുറയാതെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഡിഗ്രിയുടെ മെയിൻസ് സിലബസിനകത്തുണ്ടാവും. അതേപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇത്രയും ഈ 5 ടോപ്പിക്കുകൾ വളരെ ഗംഭീരമായി നിങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ ഹാജാസ് PSCയിലൂടെ എത്തും. ഉടൻ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. എന്തായാലും നാളത്തെ പ്രിലിംസ് ഗംഭീരമാകട്ടെ. അതേപോലെ ഇനി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്, 2ാം ഘട്ടവും 3ാം ഘട്ടവും എഴുതാൻ പോകുന്നവരുണ്ട്. മെയ് 16-നും ജൂൺ 6-ാം തീയതിയും പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്. അവരും ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് 2ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് ഇതേ മാതൃകയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് ഇനി വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതൊരു മോഡൽ എക്സാമായി കണ്ട് നിങ്ങൾ അതും ആ ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതേപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് കൊടുക്കുക. നമുക്ക് വീണ്ടും ഈ ചാനലും ഹാജാസ് PSC രക്ഷപ്പെടണം, നമ്മളും രക്ഷപ്പെടണം. ഹാജാസ് PSCയിലൂടെ ഒരുപാട് കുട്ടികൾ ജോലിയിൽ കയറിയിട്ടുണ്ട്, പ്രവേശിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിലോട്ട് ഈ ചാനലും എത്തേണ്ടതുണ്ട്. അത് നമ്മുടെ കൂടി ആവശ്യമാണ്. ഞാനുണ്ടാവും കൂടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.